അതാണ് ഇന്ന് സുപ്രീം കോർട്ടിലെ ചീഫ് ജസ്റ്റിസ് ഭൂഷൺ ആർ ഗവായി. അദ്ദേഹം ഒരു അംബേദ്കറൈറ്റാണ്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ചെയറിലോട്ട് മനസ്സിലാക്കണം, അദ്ദേഹത്തിൻ്റെ പേരല്ല പ്രാധാന്യം. ഇന്ത്യൻ ജുഡീഷ്യറി, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന, ഇന്ത്യൻ ഭരണഘടനയെ പറയുന്ന ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ചീഫ് ജസ്റ്റിസിൻ്റെ നേർക്ക് ഷൂ എറിയുക. ഈ ഷൂ എറിയുമ്പോൾ ഈ നോർത്ത് ഇന്ത്യയിൽ ജൂത്ത എന്ന് പറയുന്ന ഷൂ വളരെ മോശമായ രീതിയിലാണ് ജൂത്താസേ മാർദേക, നിങ്ങൾ കേട്ട് കാണും. കാരണം അതാണ് ബേസിക്കലി ജൂത്ത. അതേ രീതിയിൽ 71-72 വയസ്സുള്ള ഡൽഹിയിലെ മയൂർ വിഹാർ താമസിക്കുന്ന സുപ്രീം കോർട്ടിൽ രജിസ്റ്റർ ചെയ്ത ഒരു ലോയർ, പ്രായമുള്ള ആളാണ്. അയാൾ എന്താണ് പറഞ്ഞത്? ഷൂ എറിഞ്ഞിട്ട് സനാതന ധർമ്മത്തെ നിന്ദിക്കുന്ന ഒരു കാരണത്തോ അതിന് മുന്നോട്ട് ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ കഴിയില്ല. അതായത് സനാതന ഭ്രാന്തൻ, ആ വാക്കാണ് ഉപയോഗിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അവർക്കൊരു കാരണവശാലും ഒരു ദളിത് ഇതേപോലൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഇഷ്ടമല്ല. അതതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഈ പേരിന് ഒരു ഇന്ത്യൻ പ്രസിഡന്റ് ആയിട്ടൊക്കെ പവറൊന്നുമില്ല ബേസിക്കലി. പക്ഷെ സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് എന്നൊക്കെ പറയുന്ന പവർഫുൾ പോസ്റ്റാണ്. അവിടെ സനാതനിയെ ഇരിക്കാൻ പാടുള്ളൂ, അവിടെ ദളിതിനിരിക്കാൻ പാടില്ല. ഇത് നോർമലായിട്ട് നോർത്തേൺ ഇന്ത്യയിലും വെസ്റ്റേൺ ഇന്ത്യയിലും സ്ഥിരം കാണുന്ന കാഴ്ചയായത്. അതായത് ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾക്കറിയാം, തെഹൽക്ക കേസുമായിട്ട് ഞാൻ ഈ കോർട്ടിലൊക്കെ പോകുമ്പോൾ ഈ പല കേസുകളും പല സ്പെഷ്യൽ CBI ജഡ്ജിൻ്റെ അടുത്താണ് പോകുന്നത്. അതിൻ്റെ അകത്ത് ട്രാൻസ്ഫർ ആയിട്ട് ഒരു ദളിത് കമ്മ്യൂണിറ്റിയിലുള്ള ഒരു ജഡ്ജും, അതൊരു ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ് ഈ മനുഷ്യൻ. ഇപ്പം മറ്റുള്ള പല കേസുമായിട്ട് ബന്ധപ്പെട്ട് ലോയേഴ്സ് അവിടെ ഇരിക്കുമ്പോൾ ഇയാൾ കയറി വരുന്ന സമയത്ത് ഈ അന്യോന്യം ഈ ലോയേഴ്സ് പറയുന്ന വാക്ക് ഞാൻ കേട്ട്, ജാതി വെച്ചാണ് പറയുന്നത്. ആ ജാതി കാരണം വളരെ മോശമായ ജാതി, ആ ജാതി വെച്ച് അവൻ വരുന്നുണ്ടെന്ന് പേരിൽ എന്തിക്കും അവർക്കവരെ തൊഴാൻ പോലും, കാരണം കോർട്ടല്ലേ. ഇതാണ് ഇവിടുത്തെ ഇഷ്യൂ എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ജാതീയത ഏറ്റവും ഭയാനകമാണ് ഇന്ത്യയിൽ.